വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ് KSRTCക്ക് വേണ്ടി നല്ല കാലം മുഴുവൻ വിയർത്തവരെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. കാരണം അക്കൂട്ടത്തിൽ ചിലരുടെ ദുരിതം അത്രയ്ക്കും വലുതാണ്. തിരുവനന്തപുരം വണ്ടിത്തടത്ത് പാപ്പഞ്ചാണി സ്വദേശി ജയൻ KSRTCയിൽ ഡ്രൈവറായിരുന്നു. പെൻഷനായി 2017 സ്ട്രോക്ക് വന്ന് കിടപ്പിലായതാണ്. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഏക ഇതെന്ന് പറഞ്ഞാൽ ഈ പെൻഷൻ്റെത് മാത്രമാണ്, വേറെ ഒരു മാർഗവും ഇല്ല. പെൻഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊന്നും കിട്ടില്ല. 3-4 മാസം കൂടുമ്പോഴായിരിക്കും ഒരു മാസത്തെ പെൻഷൻ, 2 മാസത്തത്, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. KSRTCയിലെ പെൻഷൻ കിട്ടിയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് ആരാണ് കടം നൽകുക? ആരടുത്തേക്കും കടം ചോദിച്ചാൽ പോലും ആരും തരില്ല. കാര്യം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയെ കൊണ്ട് ആരും കടം പോലും തരത്തില്ല. ചികിത്സയ്ക്കായി കയ്യിലുള്ളതെല്ലാം കഴിഞ്ഞപ്പോൾ കിടപ്പാടത്തിന്റെ പ്രമാണം ബാങ്കിൽ വെച്ച് വായ്പയെടുത്തു. ചേട്ടൻ ഹോസ്പിറ്റലായപ്പോൾ 5 ലക്ഷം രൂപ ലോൺ എടുത്തതാണ് പ്രമാണം വെച്ചിട്ട്. ചേട്ടൻ ഒരെണ്ണം നേരത്തെ എടുത്തായിരുന്നു. അതും കല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലാണ്. അതും ജപ്തിയുടെ വക്കിൽ അതും നിൽക്കുകയാണ്. നമ്മൾ 7ൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛന് സുഖമില്ലാതെ ആയത്. പിന്നെ ഇവിടെ നമ്മളെ നോക്കാനും ആരും ഇല്ലായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ പേ കാർഡ് എടുത്ത് അവിടെയാണ് നമ്മൾ പഠിത്തം എല്ലാം അവിടെയായിരുന്നു. +2 വരെ പഠിച്ചായിരുന്നു. പിന്നെ അങ്ങോട്ട് പഠിക്കാൻ പോകാനുള്ള പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലാണ്. പിന്നെ ചേട്ടനാണെങ്കിൽ അവൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാൽ വീട്ടിൽ കുറച്ച് ആഹാരങ്ങളൊക്കെ വാങ്ങാനുള്ള പൈസയൊക്കെ. മാനുഷികമായ ഇടപെടലുകൾ ഈ കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട്. ജയനും കുടുംബവും ഒരു ഉദാഹരണം മാത്രമാണ്. രതീഷ് വെൺപകലിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.